ആലിയ ഭട്ട് വളരെ ട്രെൻഡിങ് ആക്കി കൊണ്ടുവന്ന ഒരു ഐറ്റം ഉണ്ടായിരുന്നു ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്ക്. അതിൻ്റെ ട്രെൻഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനത് ശരിക്കും ട്രൈ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്ട്രോബെറിയിൽ തന്ന കൈവശം അത് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. ഈ കേക്കും ഞാൻ ട്രൈ ചെയ്യാൻ കാരണം ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് ആയതുകൊണ്ടല്ല, അതിലിരിക്കുന്ന ആ സ്ട്രോബെറീസാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. എന്താണെന്നറിയില്ല, സ്ട്രോബെറി കണ്ടാൽ ഞാനിപ്പോൾ ആ വഴിക്ക് പോകും. അങ്ങനെ ഈ കേക്കും ഞാൻ സ്ട്രോബെറി കണ്ട് ആദ്യം ഇഷ്ടപ്പെട്ട് നോക്കി, പിന്നെയാണ് എനിക്ക് ക്ലിക്കായത്, ഓക്കെ ഇതായിരുന്നു ആ ട്രെൻഡിങ് കേക്ക് എന്നുള്ളത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓർഡർ ആക്കി കേട്ടോ. ശരിക്കും ആ ഒരു കേക്ക് കഴിച്ച സമയത്ത് വെറുതെ അല്ല ആലിയ ഭട്ട് ഫ്രീ ആയിട്ട് ഇത്രയും പ്രൊമോഷൻ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് മൗത്ത് മെൽറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഒരു ഐറ്റം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ കേക്കും ഈ കഴിച്ച കേക്കും തമ്മിൽ ഒരുപാട് ടേസ്റ്റിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു മിൽക്ക് കേക്ക് കഴിച്ച ടൈമിൽ എനിക്ക് എന്താ പറയുക, മിൽക്കിന് വേറെ ഒരു തൈരിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. തൈര് കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേക്കാണ് എക്സാക്ട്ലി ഒരു മിൽക്ക് കേക്കിൻ്റെ ഫ്ലേവറും ടേസ്റ്റും എനിക്ക് കിട്ടിയത്. അടിപൊളിയായിരുന്നു.